ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾക്ക് നാളെ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ 8 മാർക്കിന് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 3 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ബൈ വാല്യൂ ആഡഡ് മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്. അതായത് നമുക്ക് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ 3 മെത്തേഡാണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഇതിൽ 3 മെത്തേഡും പഠിക്കണം എന്നാണ് ഞാൻ പറയുക. ഇതിൽ ആകെ ചോദിച്ചിട്ടുള്ളത് വാല്യൂ ആഡഡ് മെത്തേഡും ഇൻകം മെത്തേഡുമാണ്. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ പഠിക്കുമ്പോൾ ഈ 3 മെത്തേഡുകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. വാല്യൂ ആഡഡ് മെത്തേഡും ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ വരാൻ സാധ്യതയുള്ള, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനാണ്. അതും ഒരു ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അത് കൃത്യമായിട്ട് ആ 3 എണ്ണത്തിൻ്റെയും അർത്ഥം പഠിക്കുക. ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. എന്നിട്ട് അതിൻ്റെ ഡയഗ്രാം കൂടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന ഭാഗം നന്നായിട്ട് പഠിക്കുക. റെഡിയല്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് ഡൗൺവേർഡ് ആയിട്ടുള്ള സ്ലോപ്പാണ് കാണിക്കുക, ഒരു ചെരിവാണ് കാണിക്കുക. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഒറിജിനിലേക്ക് കോൺവെക്സ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവുക. അതുപോലെ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിഫറൻസ് കർവ് അത്രയും കൂടുതൽ തൃപ്തി, ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻഡിഫറൻസ് കർവ് എന്താണ്, ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചോളൂ. അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബഡ്ജറ്റ് ലൈന് നമ്മുടെ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജൻ്റ് ആവുന്ന പോയിൻ്റാണ് എന്ത്? കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് ഡയഗ്രാം യൂസ് ചെയ്ത് തന്നെ വരച്ച് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും 8 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചോളൂ മക്കളെ. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെടുക്കുന്ന ഈ ഒരു എഫേർട്ട് നിങ്ങളുടെ മോഡലിനും നിങ്ങളുടെ ആനുവൽ എക്സാമിനും നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.